ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോവയ്ക്കയാണ്. ഈ കോവയ്ക്ക കൊണ്ട് 3 വിഭവങ്ങളാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ കോവയ്ക്കയൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു വിഷാംശവും ഇല്ലാത്ത ഒരു പച്ചക്കറിയാണിത്. കാരണം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് കിട്ടിയ ഒരു പച്ചക്കറിയാണിത്. എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. അത് അവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണിത്. അവരുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളുണ്ടിത്. അപ്പോൾ നമ്മുടെ ഈ കോവയ്ക്ക നമ്മൾ എല്ലാം ഒരേപോലെയാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 തരത്തിലുള്ള അച്ചാർ, പിന്നെയുള്ളത് ഒരു മെഴുക്ക് പുരട്ടി. അപ്പം എല്ലാത്തിനും ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കോവയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകാണ് വേണ്ടത്. ഒരു 8-10 പച്ചമുളക് ഞാൻ ഇതിന് വേണ്ടി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും കട്ട് ചെയ്ത് കോവയ്ക്കയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി നമുക്ക് വയ്ക്കാം. ഇവിടെ അപ്പം അതെല്ലാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം മാത്രം മതി. കാരണം കോവയ്ക്കൊക്കെ കഴുകിയെടുത്ത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നതല്ലേ, അധികം വെള്ളം വേണ്ട ഇതിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് കുഴയാൻ പാടില്ല. നമുക്ക് അച്ചാർ ഇടണം, മെഴുക്ക് പുരട്ടി ഇടണം. നമ്മൾ വെന്തെടുത്ത കോവയ്ക്ക 3 പാത്രത്തിലായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതായത് 1 മെഴുക്ക് പുരട്ടിക്കും 2 അച്ചാറുമാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ എണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം എണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നമ്മൾ ഇടുന്നത് 2 അച്ചാറിലേക്കും കൂടെ ഒന്നിച്ചാണ് നമ്മളിത് വറുത്തിടുന്നത്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരച്ചാർ നമ്മുടെ വെള്ള അച്ചാറും ഒരച്ചാർ നമ്മുടെ ചുമന്ന, അതായത് മുളക് പൊടിയും കൂടെ ചേർത്ത അച്ചാറാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് വെള്ള അച്ചാറാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത ഈ ഇൻഗ്രീഡിയൻസ് 2ലേക്കും കൂടിയാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെള്ള അച്ചാറിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി, 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒഴിക്കുന്നത് വെള്ളമാണ്. ഇപ്പോൾ ഒഴിച്ചത് വെള്ളമാണ്. അത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട. ഇനി നമുക്ക് ഇത് ഇടുന്നത് നോക്കാം. ഇതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന അതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, യോജിപ്പിച്ച് കൊടുക്കുകയാണ് ആ മുളക് പൊടിയൊക്കെ കൂടെ കേട്ടോ. ആദ്യം നമ്മൾ വറുത്തെടുത്ത അതിൻ്റെ പകുതി നമ്മൾ വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തിളപ്പിച്ചാറിച്ച കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതി. അപ്പം വീണ്ടും നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തീ ഒന്നും കത്തിച്ചിട്ടില്ല ഇപ്പോൾ, കാരണം നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ 2 അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുമന്ന അച്ചാറും വെള്ള അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരേ സമയത്ത് തന്നെ നമ്മൾ 3 വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനിയും നമ്മളുടെ മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ സവാള ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക, അത് വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ്.
അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ മെഴുക്ക് പുരട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത്. അപ്പോൾ ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടിയും ആയിട്ടുണ്ട്, അച്ചാറും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെള്ള അച്ചാറും ചുമന്ന അച്ചാറും നമ്മൾ റെഡി ആയിട്ടുണ്ട്, മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം.